ഹലോ മക്കളെ, ഈ പ്രാവശ്യത്തെ പബ്ലിക് എക്സാം ടഫായാൽ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ സിമ്പിൾ ഒരു കോട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം. സോ ദാറ്റ് നമുക്ക് എല്ലാവർക്കും പബ്ലിക് എക്സാം എങ്ങനെയായാലും നിങ്ങൾ എല്ലാവരും തകർക്കാം. പക്ഷേ ഞാൻ ഈ പറയുന്ന കോട്ട് സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. എക്സ്പെക്ട് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് യു വിൽ നെവർ ബി ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ, നിങ്ങൾ ഡിസപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളിപ്പോൾ നല്ല സിമ്പിൾ എക്സാം ആയിരിക്കും, നിങ്ങൾക്ക് നല്ലോണം ഭയങ്കര സിമ്പിൾ പേപ്പർ ആയിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രം വരുള്ളൂ എന്ന് വിചാരിച്ച് പോയാൽ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ വരില്ല. അത് നിങ്ങൾ സങ്കടമാവാൻ ചാൻസ് ഉണ്ട്. ഇനി അതേസമയം നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പെക്ട് ഡിസപ്പോയിൻമെൻറ്റ്. ആ പേപ്പർ ഭയങ്കര ടഫാവും. ഓക്കെ, നിങ്ങൾ സങ്കടമാവുന്നുള്ള പ്രതീക്ഷയിലല്ലേ പോകേണ്ടത്. ആ പേപ്പർ ടഫാവുമെന്ന് പ്രതീക്ഷിച്ച് പോവാം. ഓക്കെ, ടഫാവും, മടുക്കും, നിങ്ങൾക്ക് നല്ല ടഫ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ എത്ര ടഫ് പ്രതീക്ഷ പോയാലും നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവും. നിങ്ങൾ ചോദിക്കുക, ഇത് ഞാൻ പ്രതീക്ഷയാണ്, എനിക്കറിയാം, സിലി. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം. നിങ്ങൾക്ക് പബ്ലിക് എക്സാം 99% നിങ്ങൾ ക്രിസ്മസ് എക്സാം കാണുന്ന പോലെ ആയിരിക്കില്ല, അതിനെക്കാട്ടും ടഫാകാൻ ചാൻസ്. നിങ്ങളിപ്പോൾ SSLC-നാണെങ്കിലും +1 ആണെങ്കിലും +2 നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പേപ്പർ ടഫ് ആവുന്നത് അല്ലേ? അപ്പോൾ പബ്ലിക് എക്സാം ടഫ് ആവുമോ എന്നുള്ള ചോദ്യം വിട്, ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സാർ ഇപ്പം തന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് ഇതാ വരാൻ പോകുന്നുള്ളൂ, അതിൽ A കിട്ടുമോ A+ കിട്ടുമോ പാസ്സാവുന്നുള്ള ഡൗട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ എക്സാം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പബ്ലിക് എക്സാം സാർ ഇതിനേക്കാൾ ടഫായാൽ എന്ത് ചെയ്യും? അല്ലോ, പബ്ലിക് എക്സാമിന് വളരെ സിമിലർ ആയിട്ടുള്ള പേരാണ് മോഡൽ എക്സാം. ഓക്കെ, എന്താ ഈ മോഡൽ എക്സാം? നിങ്ങൾ SSLC മുതൽ കേട്ട് കൊടുക്കുന്ന ഒരു വാക്കായിരിക്കും മോഡൽ എക്സാം. ഇതിന് മുമ്പൊന്നും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടേ ഉണ്ടാവുമല്ലോ. ഓക്കെ, എന്താണ് മോഡൽ എക്സാം? വളരെ സിമ്പിൾ. പബ്ലിക് എക്സാമിൻ്റെ ഏകദേശം സെയിം പാറ്റേണിൽ സെയിം ടൈമും സെയിം സംഭവങ്ങൾ വെച്ചിട്ട് സെയിം ടൈപ്പ് എക്സാം ആയിരിക്കും മോഡൽ എക്സാം. ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, പക്ഷേ ആ പാറ്റേൺ സെയിം ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 3 മാർക്കിന് ഇത്ര ക്വസ്റ്റ്യൻ, 5 മാർക്കിന് അത്രയും ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് 80 മാർക്കോ 100 മാർക്കോ അല്ലെ 60 മാർക്കിന് എക്സാം നിങ്ങൾക്ക് കിട്ടും. ഈ മോഡൽ എക്സാം എഴുതിയോണ്ട് എന്താ ഗുണം? സാറേ വെറുതെ സമയം കളയല്ല, അല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്റ്റേറ്റ് സിലബസിലായതുകൊണ്ട് നിങ്ങൾക്കറിയാം മോഡൽ എക്സാം ഉണ്ട്. നിങ്ങളിപ്പോൾ +2 സ്റ്റേറ്റ് സിലബസ് കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ CBSE 10ാം ക്ലാസ് 12ാം ക്ലാസ് കുട്ടിയാണ്, അവർക്ക് മോഡൽ എക്സാം ഉണ്ട്. അതിനെ പ്രീ ബോർഡ് എന്ന് വിളിക്കും. അവർക്ക് പ്രീ ബോർഡ് ഉണ്ട്. മോഡൽ എക്സാമിന് മുമ്പ് മോഡൽ എക്സാം ഉണ്ട്. അപ്പോൾ അവരെന്തിനാണ് 2 പ്രാവശ്യം 3 പ്രാവശ്യം മോഡൽ എക്സാം എന്നത്? കാരണം മക്കളെ, നിങ്ങൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ടഫ് ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ? നിങ്ങളെല്ലാവരും സ്റ്റോപ്പായി, നിങ്ങളെല്ലാവരും സ്റ്റക്കായി. എല്ലാവരും പറയുന്നതാണ്. ഇംഗ്ലീഷിലായിക്കോട്ടെ ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ അതോടെ സ്റ്റക്കായി. നിങ്ങൾ മാത്സിലായിക്കോട്ടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്ററിനോ അല്ല അറിയുന്ന ചാപ്റ്ററിൽ അറിയാത്ത ടോപ്പിക് എന്നാണെങ്കിൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾ സ്റ്റക്കായി അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കാരണം നിങ്ങളുടെ ബാക്കിയുള്ള പെർഫോമൻസ് മൊത്തം പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ്, എനിക്കുള്ളതാണ് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആദ്യം തന്നെ എല്ലാം തുറന്നു നോക്കും അല്ലേ? അപ്പം അറിയുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ സന്തോഷം, അറിയുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ 5 സന്തോഷം കൂടുകയാണെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു 20 സന്തോഷം കൂടും, 20 സങ്കടം അല്ലേ? അപ്പം ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇത് ഞാൻ പഠിച്ചതാ ഒന്നും അറിയില്ല, അയ്യോ സങ്കടം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ കാരണം നിങ്ങളുടെ മൊത്തം ആ എക്സാമിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറും, ടഫാവും. നിങ്ങൾ ബാക്കിയുള്ളവർ മുഖത്ത് നോക്കുകയാണെങ്കിൽ അവർക്കും ടഫായി, എനിക്കും ടഫായി, അങ്ങനെയൊക്കെ ആയി മൊത്തം എക്സാം കൊള്ളാവും. ഇനി ചിലപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ടഫ് ക്വസ്റ്റ്യൻ വിടുകയായിരുന്നെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആവശ്യമുള്ള മാർക്ക് A കിട്ടാനോ A+ കിട്ടാനോ B കിട്ടാനുള്ള മാർക്ക് അവിടെ ഉണ്ട്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ കാരണം ഈ ഉള്ള മാർക്കും കൂടി ഒന്ന് കൊള്ളാവില്ലേ? ചിലപ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കും, പകുതിക്ക് നിൽക്കും, അറ്റംപ്റ്റ് ചെയ്യാതിരിക്കും. പക്ഷെ എന്താണെങ്കിലും നിങ്ങളുടെ മൂഡ് മൊത്തം കളയും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ഈ ടഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കും. അതെനിക്ക് പെട്ടെന്ന് നിങ്ങളോട് കണ്ണടച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻ വരുന്നത് ഈ പ്രാവശ്യത്തെ ടഫ് എക്സാം ആയിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മോഡൽ എക്സാംസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, മോഡൽ എക്സാം വളരെ നിങ്ങൾ ടഫ് ക്വസ്റ്റ്യൻസ് കാണുക. നിങ്ങളുടെ എക്സാം പേപ്പറിൽ 1-2 ടഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ലെവൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടും നിങ്ങൾ ബാക്കി ആൻസർ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, നിങ്ങൾ ടഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ സമയം എടുത്ത് അത് ആൻസർ ചെയ്യാനും പഠിക്കണം, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ ആ ടഫ് ക്വസ്റ്റ്യൻ കാണണം. നിങ്ങളുടെ എക്സാമിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറും. നിങ്ങൾ വർഷത്തിൽ ഒരിക്കലും എഴുതുന്ന സംഭവം ആവരുത് പബ്ലിക് എക്സാം. നിങ്ങൾക്കതിങ്ങനെ നിങ്ങൾ രാവിലെ സൈക്കിൾ എടുത്ത് ഓടിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സംഭവമൊന്നുമല്ല അല്ലേ? പുതിയ സംഭവം നിങ്ങളുടെ അമ്മൂമ്മയ്ക്ക് ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് പുതിയ സംഭവമായിരിക്കും. പക്ഷെ നിങ്ങൾക്കതല്ല. കാരണം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന സിമ്പിൾ നിസ്സാര പണി അല്ലേ? നിങ്ങൾ ലൈവ് എടുക്കുന്നു, ഫുൾ സ്ക്രീൻ ആക്കുന്നു, ക്വാളിറ്റി മാറ്റുന്നു, സ്പീഡ് കൂടുന്നു, അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്. കാരണം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന സാധനങ്ങളാണ്. അതേപോലെ മോഡൽ എക്സാം എഴുതി പബ്ലിക് എക്സാം നിസ്സാരം പോലെയാണ്. ഒരു ടഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, വീട് എനിക്ക് വിഷയമല്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ടൈം മാനേജ്മെൻറ്റ് എല്ലാം കൃത്യമായിട്ട് ചെയ്താൽ നല്ല മാർക്ക് കിട്ടുമോ? മോഡൽ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് മോഡൽ എക്സാം സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ടഫ് ആക്കുന്നുണ്ട്. SSLC ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്, +1 +2 അൺഒഫീഷ്യലായിട്ട് പേപ്പറിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ?
അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്രാഷ് ബാച്ചിൽ ഓക്കെ നമ്മൾ പൊതുവേ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ ക്രാഷ് ബാച്ചിലായിക്കോട്ടെ റിവിഷൻ ബാച്ചിലായിക്കോട്ടെ ഒരു മോഡൽ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്ത് തരുമായിരുന്നു അല്ലേ. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആണ് ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തെ പേപ്പേഴ്സ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ വർഷം മുതൽ അങ്ങനെയല്ല. ഈ വർഷം ടഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഈ വർഷം നിങ്ങൾക്ക് ടഫായ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി എക്സാം വിന്നർ സ്പെഷ്യലായിട്ട് നമ്മുടെ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ചാപ്റ്റർ ബേസ് ചെയ്ത് ആദ്യത്തെ 4 ചാപ്റ്റർ 3 ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ഒരു ക്രാഷ് എക്സാം ഉണ്ടാവും ഓക്കെ, മോഡൽ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫുൾ ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ള മോഡൽ എക്സാം ഉണ്ട് ഓക്കെ. ആ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളാണ് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഓക്കെ. കണ്ടല്ലോ, ഈ മോഡൽ എക്സാം നിങ്ങൾ മക്കൾ ഞാൻ നിർബന്ധിക്കാണ് എഴുതിയിരിക്കണം. എക്സാം വിന്നർ ക്രാഷ് ബാച്ചിലുള്ള ഓരോ സ്റ്റുഡൻറ്റും എഴുതിയിരിക്കണം. ഐ ഡോണ്ട് കെയർ നിങ്ങൾ എത്ര ചാപ്റ്റർ തീർത്തില്ല, അത് പഠിച്ചില്ല, ഒരു വിഷയമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ക്രാഷിലുള്ള ഒരു മോഡൽ എക്സാം എഴുതണം, ചാപ്റ്റർ വൈസ് എഴുതണം, ഫുള്ളും എഴുതണം. മക്കളെ നിങ്ങൾ പഠിച്ചാലും പഠിക്കാതെയാണെങ്കിലും എഴുതിയാലും ഓക്കെ, പഠിച്ചെഴുതണം ഐഡിയലി. ഇനി അത് പഠിച്ച് തീർന്നില്ല കുഴപ്പമില്ല, എഴുതുക. ആ എഴുതിയോട് തന്നെ ഞാൻ ഗ്യാരണ്ടി എഴുതി ഉറപ്പിച്ച് പറയണം മക്കളെ, നിങ്ങളുടെ ഫൈനൽ എക്സാം അത് ഹെൽപ്പ് ചെയ്യും. മോഡൽ എക്സാം നിങ്ങൾ സ്കൂളിൽ ഒരു പ്രാവശ്യം നടത്തും, നമ്മളൊരു 1-2 പ്രാവശ്യം കൂടി നടത്തിയാൽ ഗ്യാരണ്ടിയാണ് നിങ്ങൾ പഠിക്കാതെ തന്നെ, പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, പഠിക്കാതെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഈ മോഡൽ എക്സാമിലൂടെ കിട്ടും. അത് നിങ്ങളുടെ ബ്രെത്ത് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങളുടെ സമാധാനം തരുന്നതായിക്കോട്ടെ, നിങ്ങൾക്ക് ആ ശീലം തരുന്നതായിക്കോട്ടെ, ടൈം മാനേജ്മെൻറ്റ് തരുന്നതായിക്കോട്ടെ, അതൊക്കെ ഇപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ മോഡൽ എക്സാം സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വേഗം ക്രാഷ് ബാച്ചിലുള്ളവർ ആ ദിവസം ഇതിന് വേണ്ടി മാറ്റി വെക്കുക, എക്സാം എഴുതുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഗ്യാരണ്ടിയാണ് ഈ പ്രാവശ്യത്തെ പേപ്പർ നമ്മൾ പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ എക്സാം നിങ്ങൾ കാണുമ്പോൾ നിസ്സാരം ഓക്കെ, എക്സ്പെക്ട് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് യുൽ നെവർ ബി ഡിസപ്പോയിൻറ്റഡ്. അതേപോലെ എക്സ്പെക്ട് ദ ടഫസ്റ്റ് പേപ്പർ ആൻഡ് യുൽ നെവർ ഫീൽ ഇറ്റ് ഇസ് ടഫ്, ഈസി പേപ്പർ പോലെ തോന്നുള്ളൂ ഓക്കെ. അത്രയുള്ള സംഭവം. അപ്പം ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ മക്കളെ അഡ്മിഷൻ ഉണ്ട്, ഇപ്പോഴും ഓപ്പൺ ആണ്. വേഗം ജോയിൻ ചെയ്ത സ്വന്തം നിങ്ങൾക്ക് നേരത്തെ എക്സാം ഒക്കെ എഴുതി തീർക്കാം ഓക്കെ. അടിപൊളിയായിട്ട് പഠിക്കുക, സ്കൂളിലെ മോഡൽ എക്സാം സീരിയസ് ആയിട്ട് എടുക്കുക, ക്രാഷ് ബാച്ചിലെ മോഡൽ എക്സാം സീരിയസ് എടുക്കുക. ജോയിൻ ചെയ്യണം, താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സാപ്പിൽ വിളിക്കാം. ഓൾ ദി ബെസ്റ്റ് മക്കളെ, നമുക്ക് കാണാം.